ഗുഡ് മോർണിംഗ്. ഞാൻ സാറിനെ തന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്ത് പണിയാ സാറേ കാണിച്ചത്? കഷ്ടപ്പെട്ട് ഹോട്ടൽ റെയ്ഡ് ചെയ്ത് പാർട്ടിയും സാധനങ്ങളും പിടിച്ചെടുത്തത് ഞാൻ. എന്നിട്ട് അവസാനം പത്രത്തിൽ വന്നിരിക്കുന്നത് സാറ് പിടിച്ചതായിട്ട്. സാർ ആ സമയത്ത് ഇവിടെ ഓഫീസിൽ നിന്ന് ക്രിക്കറ്റ് കമന്ററി കേൾക്കായിരുന്നില്ലേ? അതെ, അതിന് താനെന്തിനാ എത്ര വിഷമിക്കുന്നേ? ഇത് കണ്ടോ, നഗരത്തിൽ കള്ളക്കടത്ത് വേട്ട. നഗരത്തിലെ ഒരു പ്രമുഖ ഹോട്ടലിലെ ഒരു മുറിയിൽ നിന്നും 4.5 ലക്ഷം രൂപ വില വരുന്ന കള്ളക്കടത്ത് സാധനങ്ങൾ കസ്റ്റംസ് സൂപ്രണ്ട് നാണക്കുട്ടൻ നായരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ പിടിച്ചെടുത്തിരിക്കുന്നു. ഇതൊരു വലിയ ചതിവായി പോയി സാറേ. ജോലിയെ കയറിയിട്ട് ആദ്യമായിട്ട് പിടിച്ചൊരു കോള് മനസ്സറിയാതെ പോവെന്ന് വെച്ചാ. ഇങ്ങോട്ട് നോക്ക്, താൻ തീരെ ചെറുപ്പമാ, സർവീസ് ആവുന്നേ ഉള്ളൂ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. സർവീസിൽ കയറി ഇടയ്ക്ക് എനിക്കും ഇങ്ങനെയൊക്കെ തോന്നിയിരുന്നു. ഞാൻ നടത്തിയിട്ടുള്ള എത്ര റെയ്ഡുകളുടെ ക്രെഡിറ്റാണ് അന്നത്തെ സീനിയേഴ്സ് വാങ്ങിയിട്ടുള്ളതെന്ന് അറിയാമോ? പലരും ഇന്ന് കളക്ടർ റാങ്കിൽ ഇരിക്കുന്നു. അല്ല, അതിന്റെ സ്നേഹം അവർക്ക് എന്നോടുണ്ടെന്ന് കരുതിക്കോ. തനിക്കിപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് കിട്ടിയിട്ട് എന്താ ഇത്ര അത്യാവശ്യം? പ്രൊമോഷനൊന്നും ഡ്യൂ ആയി നിൽപ്പില്ലല്ലോ. എന്റെ കാര്യം അതാണോ? ഇതുപോലൊരു 4-5 റെയ്ഡിന്റെ ക്രെഡിറ്റ് ഒന്ന് കിട്ടിയാൽ പ്രൊമോഷൻ ഉറപ്പാണ്. എനിക്കൊരു നന്മ വന്നാൽ അത്രയും സ്നേഹം എനിക്ക് തന്നോടുണ്ടാകത്തില്ലേ? അതെന്താ താൻ ഓർക്കാത്തത്? സഹപ്രവർത്തകൻ എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ രവീന്ദ്ര വേണ്ടത്? അല്ല സാർ, അത് സാരമില്ല, അറിവുകേട് കൊണ്ട് പറഞ്ഞതേ ഞാൻ കരുതും. വിഷമിക്കണ്ട, കുറെ കഴിയുമ്പം തനിക്കും കുറെ ജൂനിയേഴ്സ് ഉണ്ടാകും. അവർ കുറെ റെയ്ഡ് നടത്തും. അതിന്റെ എല്ലാം ക്രെഡിറ്റ് തനിക്കും കിട്ടും. ഇതൊക്കെ ലോക സഹജമല്ലേ? ശരി. രവീന്ദ്ര, തനിക്കിന്ന് ഫീൽഡ് ഡ്യൂട്ടി അല്ലേ? ഇതാ എന്റെ സ്കൂട്ടർ എടുത്തു. പോകുന്ന വഴിക്ക് റഹ്മാന്റെ കടയിൽ ഒരു പൊതി വെച്ചിട്ടുണ്ട്, അതെന്റെ വീട്ടിലെത്തിച്ചേക്ക്. നീ മോളെ കോളേജിൽ കൊണ്ട് വിട്ടിട്ട് വാ. See you, Daddy. എടാ പപ്പ അവിടെ നിൽക്കേ. എന്താ കുന്നേ? കോളേജിൽ പോകുന്ന വഴിക്ക് ഇവള് പറയും, പപ്പൻ ചേട്ടാ ഇത്തിരി നേരം ഞാനൊന്ന് ഡ്രൈവ് ചെയ്തോട്ടെ. നീവി ആയിരിക്കും അങ്ങുന്നിന്റെ ഒറ്റ സന്തതിയല്ലേ, ഡ്രൈവിംഗ് പഠിക്കാനുള്ള ആശയല്ലേ, നീ അങ്ങ് സമ്മതിക്കും. ഇവള് വണ്ടി കൊണ്ടുവന്ന് പലയിടത്തും ചാർത്തും. ഒടുവിൽ ഞാനതറിയും. പിന്നെന്താ സംഭവിക്കുന്നതെന്നറിയാമോ? കുറ്റം അവളുടേതാണെങ്കിലും നിമ്മി എന്റെ ഒറ്റ മോളായതുകൊണ്ട് എനിക്ക് അവളെ പിരിച്ചുവിടാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഒരു മാർഗേ ഉള്ളൂ, നിന്നെ പിരിച്ചു വിടുക. അയ്യോ, അങ്ങനെ അത് മനസ്സിൽ വെച്ചോണ്ട് പോയാ മതി. മോക്ക് നേരം അയച്ചല്ലേ? അങ്ങനെ പറഞ്ഞു കേട്ടല്ലോ. കേട്ടു. ഇറങ്ങി പോരാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് കേട്ടല്ലോ. അത് ഡാഡി ചുമ്മാ തമാശ പറഞ്ഞല്ലേ? പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പ്രകൃതമാ അങ്ങനിന്റെ. എന്റെ പൊന്നു കുഞ്ഞെ, ഒരു ഭാര്യയും 5 കുട്ടികളുള്ള പരാധീനക്കാരനാണ് ഈ ഞാൻ. എന്റെ വയറ്റിപ്പഴം മുട്ടിക്കല്ലേ. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. ഞാൻ പറയുന്ന കേൾക്കാതിരുന്നാൽ എന്താ ഉണ്ടാവോന്നറിയോ? ജോലിയും പോ, കാരണത്തിട്ട് നല്ല പെടയും കിട്ടും. കുഞ്ഞിന്റെ ഒരു തമാശ. തമാശയല്ല, കാര്യമാണ് കേട്ടോ. പിന്നെ വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പം ഞാൻ കണ്ണു കലക്കി ഡാഡിയുടെ മുന്നിൽ നിന്നൊന്ന് ചിണുങ്ങും. എന്നിട്ട് പറയും, ഡാഡി ഇനി മുതൽ ഞാൻ പപ്പൻ ചേട്ടന്റെ കൂടെ കാറിൽ പോയില്ല. എന്താ മോളെ കാര്യമെന്ന് ഡാഡി ചോദിക്കും. പ്രായമായ ഒരാളാണല്ലോ എന്ന് വിശ്വാസത്തിലാണ് ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നത്. റോഡിൽ ആളില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോ പപ്പൻ ചേട്ടൻ എന്റെ മുഖത്ത് നോക്കി വല്ലാത്തൊരു ചിരി. കുഞ്ഞ് അനാവശ്യം പറയരുത്. വണ്ടി അരികെ ചേർത്ത് നിർത്തി. പിന്നെ കൈയെടുത്ത് എന്റെ ചുമലിൽ വെച്ചു. അയ്യോ, ഞാൻ കിടന്ന് നിലവിളിച്ചപ്പോ ഒന്നും അറിയാത്ത പോലെ വണ്ടി വിട്ടു. നീ എന്റെ മോളെ. അയ്യോ, അയ്യോ,
എന്റെ ഈശോയെ, ജോലി പോയാലും വേണ്ടില്ല, നാട്ടക്കേസിന് തല്ലുകൊള്ളാൻ ഈ പപ്പടം കിട്ടില്ല. വണ്ടി ഓടിക്കേ ഇടിക്കേ എന്ത് വേണമെങ്കിലും ചെയ്യും. ആവോ, താങ്ക് യു പപ്പൻ ചേട്ടാ. ഞാൻ കുടിക്കാൻ പോകുമ്പോ എന്ത് താങ്ക് യു. എന്റെ പൊന്നു മോളെ, ദേ ഇടിച്ചോ. ചെല്ലേ ചെല്ലേ, എവിടെങ്കിലും കൊണ്ടിടിക്ക്. ആഹാ, ചൂളടിക്കുക. അയ്യോ, പോസ്റ്റ് പോസ്റ്റ്. അയ്യോ, ആവോ. ഒന്നില്ലെങ്കിൽ പറമ്പിൽ കൂടെ ഓടിക്കുക, അല്ലെങ്കിൽ റോട്ടിൽ കൂടെ ഓടിക്കുക. മനുഷ്യനെ ഭയപ്പെടുത്തില്ലേ പപ്പൻ ചേട്ടാ? അയ്യോ, നേരെ പോട്ടെ. അയ്യോ, സൈക്കിള് സൈക്കിൾ വരട്ടെന്നേ, ഞാൻ കണ്ടു. അവൻ ബാക്കിയുള്ളവൻ അവൻ രക്ഷപ്പെട്ടു. പപ്പൻ ചേട്ടാ, ഈ റോഡ് ശരിയല്ല. റോഡൊക്കെ ശരിയാ മോളെ. അയ്യോ അയ്യോ. അയ്യോ, ദേ കാണാ, ബ്രേക്ക് ചവിട്ട് മോളെ. എന്റെ തലയില്. ആ കാളയും രക്ഷപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത ആളെ പിടിക്കാട്ടോ. രണ്ട് സൈക്കിളുകാർ പോകും. അയ്യോ മോളെ, ഒന്ന് ഒതുക്ക്, ഒന്ന് ഒതുക്ക്. മാറടാ. സ്കൂട്ടർ വരൂ. ബ്രേക്ക് ചവിട്ട്. പിടിക്കണോ? പിടിക്കുന്നു. പോണോ? ഒന്നും പറ്റിയില്ല കാര്യമായിട്ട്. ഭാഗ്യം. ആര് പറഞ്ഞൊന്നും പറ്റില്ല. അയ്യോ, എന്റെ സ്കൂട്ടർ കിടക്കുന്ന കിടപ്പാണ്ടില്ലേ? പബ്ലിക് റോഡ് വെച്ചാണ് നിങ്ങൾ ഡ്രൈവിംഗ് ഓടിക്കുന്നത്? അയ്യോ, ഞാനല്ല സർക്കാർ ഓടിച്ചത്, പപ്പൻ ചേട്ടനാ. ഞാനോ? മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയുന്നു. ഞാൻ കണ്ടതല്ലേ നിങ്ങൾ ലക്കിൽ ലഗാനുള്ള കാർ ഓടിച്ചു വരുന്നത്. ആ അരിയിൽ നിന്ന് ആശാരിച്ച് കഴിക്കും, പിന്നെ നിന്ന് മോങ്ങുന്നോ? ഒന്ന് പതുക്കെ കരകൊച്ച, നാട്ടുകാർ കണ്ട കേസ് വേറെയാവും. പോട്ടെ സാറേ, ഒരു അബദ്ധം പറ്റി. വണ്ടി നന്നാക്കാൻ എത്ര ചെലവെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ഡാഡിയുടെ നിന്ന് വാങ്ങിച്ചു. ഏത് ഡാഡി? ഈ കുഞ്ഞിന്റെ ഡാഡിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരും. നമുക്ക് കേസിന് റെക്കാർഡിനൊന്നും പോണ്ട. എടോ, എന്റെ കൈയും കാലോട് ഞാൻ താമസം ചെയ്യോ? എല്ലാം പോട്ടെ സാറേ, ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കേ. വർക്ക്ഷോപ്പുകാരുടെ ബില്ല് നാളെ രാവിലെ കൃത്യമായിട്ട് എത്തിച്ചു തന്നേക്കണം. അത് ഞാൻ ഏറ്റു. കുഞ്ഞിന്റെ കരച്ചിലാ തടി രക്ഷപ്പെടുത്തിയത്. ഇത്തരം അക്കടി പറ്റുമ്പോ ദൈവം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾക്ക് അറിഞ്ഞു തന്നിരിക്കുന്ന ഒരു ആയുധമായി കരച്ചില്. ഈ കണ്ണീരിന്റെ മുമ്പില് കസ്റ്റംസ് അല്ല, ഏത് പോലീസും വീഴും. പിന്നെ പിന്നെ അതിന് വേറെ ആളെ നോക്കിയാ മതി. വർക്ക്ഷോപ്പിലെ കാശ് നാളെ രാവിലെ കൊണ്ട് തന്നില്ലെങ്കിലേ അപ്പൊ കാണാൻ ആരാ വീണെന്ന്. സാറേ, അത് ഞാൻ അങ്ങോട്ട് പോടോ. വണ്ടി എടുക്കും.